ബാക്ക് വിത്ത് പുതിയൊരു സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തീപ്പെട്ടി വെച്ചിട്ടുള്ള അടിപൊളി ഫോട്ടോഗ്രാഫി ആയിട്ടാണ്. അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തീപ്പെട്ടി വെച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കണം. പിന്നീട് വരുന്ന നമ്മുടെ എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പിക്സാർട്ടിലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓൾ റെഡി ആണെങ്കിൽ തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ ഡയറക്റ്റ് നമ്മൾ പിക്സാർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മളെ മൊബൈൽ ഡാറ്റ കണക്ഷൻ ജസ്റ്റ് ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്ക് ടു പിക്സാർട്ട് പതിവ് പോലെ നമ്മളെ പിക്സാർട്ടിൻ്റെ ഡാഷ്ബോർഡിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ല. അപ്പോൾ സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡാറ്റ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് കാണിക്കും. സോ ഡാറ്റ കണക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ അവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ലോഡായിട്ട് വരും. അതായത് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ കൺസെപ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ലോഗോസ് അടിച്ചാൽ മതി. അപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോസ് നിങ്ങൾ വരുന്നുണ്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രം ലോഗോസ് കാര്യങ്ങളൊക്കെ ഒന്നുമല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ടെംപ്ലേറ്റോ അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ തംബ്നെയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇൻസ്റ്റ മാത്രമല്ല വേറെ എന്ത് ടൈപ്പ് സ്റ്റിക്കേഴ്സ് നമുക്ക് വേണം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിക്സാർട്ടിൽ ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും സ്റ്റിക്കേഴ്സ് പിക്സാർട്ടിലുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ നമ്മളെ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലൊക്കെ ചെയ്ത പോലെ ഡയറക്റ്റ് എവിടെയെങ്കിലും ഗൂഗിളിൽ നിന്നൊക്കെ PNG ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് പിക്സാർട്ടിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാറാണ് പതിവ്. സോ ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഇവിടെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ ഇതിലുള്ള സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര സൂം ചെയ്താലും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ക്വാളിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം ലോഗോ നമുക്കിപ്പോൾ സ്കാറ്റേഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ലോഗോ അപ്പോൾ മുകളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ലോഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡിൽ നിന്ന് കാണിക്കും. അപ്പോൾ യെസ് റെഡി. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫോട്ടോയിലേക്ക് അത് ഇമ്പോർട്ട് ആവും. അവിടെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യുക. ഇവിടെ ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ റീസൈസ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ബ്ലണ്ട് മോഡൊക്കെ മാറ്റിയിട്ട് ഒരു ഒറിജിനാലിറ്റിയിൽ റിയലിസ്റ്റിക്കിൽ എത്തിക്കാൻ പറ്റും. സോ ബ്ലണ്ട് മോഡൊന്നും വേണ്ട. അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ടോപ്പിൽ നമുക്ക് എറേസർ എന്ന് കണ്ടല്ലോ, ആ ഒരു എറേസർ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത സ്റ്റിക്കറിൻ്റെ ഗ്യാപ്സുകൾ, അതായത് ആ മാച്ച് സ്റ്റിക്കിനോട് ചേർന്ന് വരുന്ന ഗ്യാപ്പുകൾ മാത്രം എറേസ് ചെയ്ത് വിടുക. അപ്പോൾ കറക്റ്റ് ആ മാച്ച് സ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ പ്ലേസ് ചെയ്തൊരു എഫക്റ്റ് ഇപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാ മാച്ച് സ്റ്റിക്കിൻ്റെ ഗ്യാപ്പുകളും നമ്മൾ എറേസ് ചെയ്ത് മാറ്റുക. എറേസ് ചെയ്ത് മാറ്റിയ ഡൺ കഴിഞ്ഞു. അപ്പോൾ ഇനി എറേസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ കൊടുത്തിട്ട് ബാക്ക് ടു നമ്മുടെ പിക്സാർട്ടിൻ്റെ മെയിൻ ഹോമിലേക്ക് വന്നിട്ട് നമുക്കിനി ആ ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ഫ്ലെയിമബിൾ പോർഷൻസ് ഒക്കെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ വെച്ച ഈ ലോഗോൻ്റെ സെയിം കളേഴ്സ് അത് ഗ്രേഡിയൻറ്റ് ടൂണിൽ ഇങ്ങോട്ട് ആ ഒരു ഫ്ലെയിം കത്തുന്ന ഭാഗങ്ങൾ മാത്രം, അതായത് മാച്ച് സ്റ്റിക്കിൻ്റെ കത്തുന്ന ഭാഗങ്ങളില്ലേ അത് മാത്രം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ബ്രഷസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെയർ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെയർ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ലെയറിൻ്റെ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കുക, ബ്ലണ്ട് മോഡ് മാറ്റി കൊടുക്കുക, ഒപ്പോസിറ്റി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫീച്ചർ അതിലുണ്ട്. അപ്പോൾ നേരെ ഡ്രോ എന്ന ഓപ്ഷനിലെത്തുക. അപ്പോൾ ഡ്രോ എന്നുള്ള ഓപ്ഷനിൽ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത ട്യൂട്ടോറിയലിലെ സെയിം പോലെ തന്നെ സൈഡിൽ ലെയേഴ്സ് ഉണ്ടാവും. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഓരോ തീപ്പെട്ടി മാച്ച് സ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ ഏത് കളറാണോ, അതായത് ആ ലോഗോ ഏത് കളറിലാണോ ആ അറ്റത്ത് വരുന്നത് ആ ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്തെടുക്കുക. ഒറ്റ സിംഗിൾ ലെയറിൽ ചെയ്താൽ മതി. റെഡി. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇപ്പോൾ കളർ ചെയ്തെടുത്തു. നേരെ നമ്മൾ ലെയറിലേക്ക് വന്നിട്ട് ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക. അതുപോലെ തന്നെ ലെയറിൻ്റെ പ്രോപ്പർട്ടി ഒന്നും മാറ്റില്ല. ഓവർലെയോ സ്ക്രീനിലോ ഇട്ടാൽ അത്യാവശ്യം നമുക്ക് ഹാർഡ് ലൈറ്റിൽ ഇട്ടാലും അത്യാവശ്യം ഒരു ഗ്രേഡിയൻ്റ് ടിൻ്റെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇട്ട് വയ്ക്കുക. ഡൺ കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് ഡയറക്റ്റ് പിക്സാർട്ടിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് നമ്മുടെ ഫോട്ടോ നേരെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാം. ഗാലറിയിലേക്ക് സേവ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സേവ് ആയി. ഇനി നമുക്കൊരു DSLR എടുത്തൊരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം സ്നാപ്സീഡ് ഇല്ലാത്തൊരു പരിപാടിയില്ല. അപ്പോൾ നേരെ സ്നാപ്സീഡിലേക്ക് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഹീലിംഗ് ടൂൾ വെച്ചിട്ട് ബ്ലർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ സ്നാപ്സീഡിൽ, അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ പെർഫെക്റ്റ് ആയിട്ടൊന്ന് ബ്ലർ ചെയ്തെടുക്കാം.
അപ്പോൾ ബ്ലറിങ് റെഡി. എൻ്റെ മോനെ നെക്സ്റ്റ് ലെവൽ ഐറ്റം. നമ്മൾ ഫോണിലെടുത്ത ഫോട്ടോ, ഇത് നമ്മൾ DSLR എടുത്ത ഫോട്ടോ, സോറി നമ്മുടെ സ്നാപ്സീഡ് വെച്ചിട്ട് ബ്ലർ ചെയ്തെടുത്ത ഫോട്ടോ. എനിവേ കുറച്ച് എഡ്ജസ് ഒക്കെ ഒന്ന് കൊളായിണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ശേഷം നേരെ സ്നാപ്സീഡിലത്തെ പരിപാടി കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് സ്നാപ്സീഡിൽ ഇട്ടിട്ട് ഫോട്ടോ ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കുക. എനിവേ നമുക്ക് ലൈറ്റ് റൂം ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ നമ്മുടെ ലൈറ്റ് റൂം അല്ലേ. അപ്പോൾ നേരെ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, കളർ ചെയ്തെടുക്കുക. അപ്പോൾ സംഗതി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോ, പിന്നെ അത് ലോഗോ വെച്ചെടുത്ത ഫോട്ടോ, പിന്നെ സ്നാപ്സീഡ് വെച്ച് ബ്ലർ ചെയ്തെടുത്ത ഫോട്ടോ, പിന്നെ ലൈറ്റ് റൂമിൽ ട്യൂൺ ചെയ്തെടുത്ത ഫോട്ടോ. അപ്പോൾ ഫൈനൽ സ്റ്റേജ് കംപ്ലീറ്റ്. അപ്പോൾ 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എഡിറ്റിംഗ് സംഭവങ്ങൾ കടന്നു വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ ഏത് സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ലോഗോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സംഗതി പൊളിയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എന്തായാലും ഫോട്ടോ ടാഗ് ചെയ്യണം. നമുക്ക് സ്റ്റോറീസിൽ ഫ്യൂച്ചർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ID അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ പോപ്പ് ചെയ്യോ എനിവേ എന്തെങ്കിലും സൈഡിൽ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ഈ ഒരു ചെറിയ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റിങ് നിർബന്ധമാണ്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സോ നമുക്കൊരു അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോയിൽ കാണാം. ബാക്ക് വിത്ത് പുതിയൊരു വീഡിയോ. സോ ഇന്ന് നമ്മളിത്